അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇലക്ട്രിസിറ്റി ബില്ല് കുറഞ്ഞു. ഓക്കെ, മതിയാ, കണ്ടമാനം വെച്ച് ഇതാക്കേണ്ട, ചെറിയ ഒച്ച മതി നമുക്ക്. പിന്നെ ഇവിടേക്ക് എത്തുമ്പോൾ ഇത് കണ്ടില്ലേ, രണ്ട് നിഷ്ഠ വെച്ചത്. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ, കല്ലിൻ്റെ വേസ്റ്റ്, ആ വേസ്റ്റ് എടുത്ത് വെച്ചാണിത്. കാണാൻ ഭംഗിയായി. ഇതിൽ 4 ചിരാത് വെച്ചിരിക്കാൻ അതിനെക്കാട്ട് ഭംഗിയാണ്. ഇനിയിപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇതിലിവിടെ സാധാരണ നിങ്ങളൊക്കെ ഇവിടെ ഒരു മണിച്ചിത്ര താഴെ കൂട്ടുണ്ടാവും വലിയ, അതിന് തന്നെ ഒരു 16 രൂപ വിലയുണ്ട്. വീട്ടിൽ അതില്ല. അവിടെ സീറോ. അപ്പോൾ പുറത്തുനിന്ന് എങ്ങനെ പൂട്ടുന്നില്ല. ബാക്കിലൊരു 10 വയനാട്ടിലല്ല. അപ്പോൾ ഇവിടെ ഒരു കുറ്റിയിടും. പിന്നെ അകത്തുനിന്ന് പുറത്തുനിന്നും ഗ്ലാസ് ആണ്. ആരും വന്ന് കഴിഞ്ഞാല് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തോട്ടും അകത്തേക്കും രഹസ്യങ്ങളൊന്നും അകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളതിന് നമുക്ക് ഭയമില്ല. ഇതാണ് നമ്മളുടെ കാര്യങ്ങൾ. അപ്പൊ ഇതിലെന്താ വെച്ചാല് 4 ആൾക്ക് ഇവിടെ ഇരിക്കാം, 4 ആൾക്ക് ഇവിടെ ഇരിക്കാം. 8 ആൾക്കുള്ള സൗകര്യം. 8 ആൾക്ക് അല്ലാതെ ഞങ്ങൾ ഇവിടെ മീറ്റിംഗ് ഒക്കെ നടത്തും. ചിലപ്പോൾ ആ മീറ്റിംഗ് നടത്തുമ്പോൾ ഇതിൽ 10 20 ആൾക്കൊക്കെ ഇരിക്കും. ഇതൊക്കെ നമ്മുടെ ഗാലറിയാണ്. ഇത് വെറുതെ ഉള്ള കോണിയല്ല, കണ്ടില്ലേ? ഇതെല്ലാം ഗ്യാലറി തന്നെയാണ്. ആളിരിക്കും, 2 പേര് ഇരുന്ന് കഴിഞ്ഞാല് 19 ആളുകളൊക്കെ ഇതിലിരിക്കാം. ഓക്കെ, ഇനി താഴത്തുള്ള ബെഡ്റൂമിലേക്ക് കിടക്കാം. അങ്ങോട്ട് വന്നേ. ഈ തറയുടെ പ്രത്യേകത പറഞ്ഞു പോകട്ടെ. പിന്നെ നമ്മുടെ ഗുജറാത്തിലെ കോട്ടേജ് ഇൻഡസ്ട്രീസ് ഉണ്ടല്ലോ, നമ്മള് ഗ്രാമീണ മിഷനറി മെക്കാനിസം ഇല്ലാതെ അവര് ചെയ്ത ഒരു തരം ടൈലാ. ഇത് എത്ര വർഷമായി നമ്മൾ? 15 വർഷമായി. അപ്പൊ ഈ ടോപ്പിലുള്ള ഇത് നമ്മുടെ ഈ ആദിവാസി മേഖലയിലുള്ള ഒരു ചരിത്രമുണ്ട്, അതും പറഞ്ഞുതരാം. അതെന്താ വെച്ചാൽ ഇവിടുന്നാണ് തുടങ്ങുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ വന്നിട്ട് നൃത്തരൂപങ്ങളാ താളത്തിന്റെ. ഇത് കണ്ടില്ലേ, ഇവിടെ ഉണ്ടല്ലോ ഒരു ഈ കാഞ്ഞിരക്കായില്ലേ, കാഞ്ഞിരത്തിന്റെ കായ വള്ളിയിലെ മുകളിൽ ഇട്ടിട്ടാണ് അക്കാലത്ത് ഡാൻസ്. താളങ്ങള്, താളബോധമാണ്. അങ്ങനെ താളബോധങ്ങൾ വളർന്നു വന്ന കാലത്ത് നമ്മൾ വേട്ടയാടാനൊക്കെ തുടങ്ങി വരും. അപ്പോൾ വേട്ടയാടിയിട്ടുണ്ട്, മാനിയൊക്കെ കൊണ്ടുവന്ന് അവിടെ വന്നു കഴിഞ്ഞിട്ട് തീ കണ്ടുപിടിച്ചു, വിറക് ചീന്താൻ തുടങ്ങി. അതൊക്കെ താളാണ്. കൃഷിയിലേക്ക് വന്ന് അപ്പൊ പിന്നെ ഒരു നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് അതിൽ താളങ്ങൾ മാറി താളങ്ങൾ. അപ്പൊ ജോലിക്ക് പോണ രീതിയിലേക്ക് അങ്ങനെ വന്ന് പിന്നെ വീട് കാര്യങ്ങൾ വന്ന് ഇതിന് മാത്രം പോരാ, ആൾക്ക് മാത്രം പോരാ, വീട് പശുവിനും വീട് വേണമെന്നുള്ള രീതിയിലേക്ക് വന്ന് അങ്ങനെ കാളവണ്ടി വന്ന് അങ്ങനെ ഈ മുള ഇതിനെ കൊണ്ടൊക്കെ പടയുന്ന കാലങ്ങൾ മാറിയിട്ടാണല്ലോ പട്ടങ്ങളുടെ കാര്യങ്ങള്. അങ്ങനെ വിദ്യാലയത്തിലേക്ക് അങ്ങനെ വീല്, സ്കാറ്റിംഗ് വീല്, ആധുനിക സമൂഹത്തിലേക്കല്ല ക്യാമറകളെ 40 വർഷത്തെ ഹിസ്റ്ററിയാണ്. 40 വർഷമുള്ള 400 വർഷത്തെ ഹിസ്റ്ററിയാണ് ഈ കാണിക്കുന്നത്. ബാബേട്ട, ഇതിന് പറയുന്ന ഒരു പേരുണ്ടല്ലോ, വർലി പെയിന്റിംഗ്. അതാണ് എന്റെ ജോമെട്രിക്കൽ ആയിട്ടാണ്. നമ്മളിപ്പോ ആളെ വരക്കണമെങ്കിൽ കണ്ണ് മുക്ക് ഒരു പൂജ്യം, ഒരു ത്രികോണം, വര, അതാണ് ജോമെട്രി. ഇതിൽ ഇതെന്താ വെച്ചാൽ ഇപ്പൊ തന്നെ കൂടെ വാരി വെച്ചിട്ട് നമ്മളെ നിലനും കൂടെ ടീമായിരുന്നല്ലോ, താഴത്തെ നിലത്തൊക്കെ കിടന്നില്ലേ ടീച്ചർമാരെ. അതാണ് ഇനിയിപ്പോ നാളെ എത്തുള്ളൂ. അപ്പൊ ഇതിൽ എന്താ വെച്ചാൽ ഒരു റൂമിന് 3 ബെഡ് ജനല കണ്ടില്ലേ, പൊങ്ങൊക്കെ 2 ഉണ്ടാവുള്ളൂ. ഈ 3 കിട്ടുന്ന ഓരോ റൂമും പ്രൊജക്ട് ചെയ്തിട്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇതിന്റെ ആവശ്യം എന്താ വെച്ചാല്, നമ്മളിപ്പോ പ്രായമാകുന്ന സമയത്ത് നമ്മുടെ വീട്ടില് അമ്മയുണ്ട്, അല്ലെങ്കിൽ അതിന്റെ തകോടപ്പുറത്താ എന്താ വെച്ചാല്, ഇപ്പൊ നിങ്ങളുടെ വീട്ടില് വല്യമ്മ ഉണ്ട് വെച്ചാല് അവര് അകത്ത് ഇങ്ങനെ കിടക്കുക അല്ല ഇരിക്കുക. അപ്പൊ പിന്നെ പുറത്തുനിന്ന് വർത്താനം കേൾക്കുമ്പോ ആരാസായി ആദ്യ വന്നാൽ നമ്മൾക്ക് അത്രയേ ഉള്ളൂ. നമ്മുടെ വീട്ടിലുള്ളതുകൊണ്ട് ഇവർക്കാണെങ്കിൽ ഭയങ്കര ആകാംക്ഷ, നമ്മളൊന്ന് കിടന്നു നോക്കിയാലേ അറിയാം. അപ്പൊ ഇവിടെ നിന്ന് കിടക്കുമ്പോ ഈ കടത്തും കൂടെ നീക്കി കഴിഞ്ഞാല് അവിടെ കാണാം ഈ വീടിന്റെ പുറത്തുള്ള എന്താ നടക്കുന്നത്, അകത്തല്ല കിടക്കുന്ന പുറത്ത് കിടക്കണായി തോന്നുന്നു. ഓക്കെ. അപ്പൊ ഇതിനൊന്നും കർട്ടൻ ഒന്നും ഇട്ടിട്ടില്ല. ഇനിയിപ്പോ ഇതിൽ എന്താ വെച്ചാല് ഇതൊന്ന് നോക്കി, എന്താണ് ഇത് ബാത്റൂം ആവാൻ. ഈ ബാത്റൂം പിന്നെ നേരിട്ട് ഇങ്ങോട്ട് വരുമ്പോ ഇതുണ്ടല്ലേ, അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇവിടെ ചവിട്ടിയിടാം. മറ്റേ ചവിട്ടി ഇവിടെയല്ല, ഈ റൂമിലാണ് ഈ വെള്ളത്തിന്റെ ഇത് ഒരിക്കലും ഇവിടേക്ക് ഇതുണ്ടാവും. അതിനൊരു സ്ഥലം ഉള്ളിൽ തന്നെ ഇട്ട് അതിന്റെ അകത്ത്. പിന്നെ ഇതൊരു ബാത്റൂം ആണെന്നുള്ളൊരു ഫീലിംഗേ നമുക്ക് വരില്ല. അത് സംഭവം അത് അത്രയും ഒരു എന്താ പറയുക, ഒരു ഹൈജീനിക്കായി. ഒരു മറ്റേ ഇതുണ്ട്, നമ്മുടെ കാലത്തിനനുസരിച്ച് ഒരു ട്രെഡ്മില്ലൊക്കെ ഉണ്ട്. മഴയത്ത് വിടാൻ വേണ്ടിയില്ലേ. ഇത് കണ്ടില്ല വലിയ
4 ഭാഗത്തുള്ള കാര്യമല്ലേ കാണാം. ആ ആ ആ അപ്പൊ പുറത്ത് ആര് വന്ന് അപ്പൊ കഴിഞ്ഞാലും ഇതും ആ സെയിം സ്ട്രക്ചർ തന്നെയാണ്. ഇവിടുന്നൊരു ബാത്റൂം വന്നിട്ട് പോയി ഒരു ഷെൽഫ്. ഇതൊരു ഷെൽഫായി, ഇത് അവരുടെ പ്രൈവറ്റ് റൂമായി അല്ലേ. ഇത് വൈഫ് ഇതല്ലേ, വൈഫ് വത്സല ടീച്ചർക്ക്. അതാണ് GS ടീച്ചർ ഒന്ന് കാണാനൊക്കെ അത് പോയല്ലോ. ടീച്ചറോട് എൻ്റെ അന്വേഷണം പറഞ്ഞു കേട്ടോ. ഞാൻ വരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കുടുംബത്തിൽ കയറി ചെല്ലുമ്പോൾ അവിടുത്തെ പെണ്ണുങ്ങളും കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ വാട്സപ്പിലൂടെ പാചകം ചെയ്തൊക്കെ പോയാലൊക്കെ തലയും പല്ലെടുത്താ. ഇതിലൊരു പ്രത്യേകത ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടാണ് ഇതൊരു ഇതാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ. സിമ്പിൾ ആയിട്ട് വേറെ പ്രത്യേകിച്ച് രാവിലെ എല്ലാം കൂടി സാധാരണ ഇത് അങ്ങോട്ടുള്ള. അപ്പൊ ഇതിന് ഞാൻ വേറെ ഒന്ന് പറഞ്ഞത്, ഒരു വീട്ടമ്മയാണ് നമ്മൾ എന്താ പണി, വീട്ടമ്മ വേറെ പണിയൊന്നുമില്ല. പക്ഷെ ഒരേറ്റവും കൂടുതൽ നടക്കുന്നത് ഒരു സ്ഥലത്ത് വെക്കും, മറ്റൊരു സ്ഥലത്ത് ഡൈനിങ് ടേബിൾ കൊണ്ടു കൊടുക്കും, അവിടെ എടുത്തുകൊണ്ട് വരും. ഇവിടെ സിംഗിൾ പോയിന്റ് കിച്ചണാണ്. ഇവിടുന്ന് കഴുകുക, വാഷിംഗ്, കുക്കിംഗ് ആൻഡ് സെർവിങ്. അപ്പൊ അവിടെ അവിടുന്ന് പഠിക്കുമ്പോൾ അമ്മക്ക് പാചകം ചെയ്യാൻ പറഞ്ഞു കൊടുക്കാം. 2 പിന്നെ കോഴിക്കോടിനെ സംബന്ധിച്ചോളം ഗസ്റ്റ് ഹോസ്റ്റ് എന്നുള്ള വ്യത്യാസമില്ല. അപ്പൊ നിങ്ങൾ വന്ന് സൈഡോട്ടേക്ക് നിങ്ങൾക്ക് വിത്താണോ വിത്തൗട്ടാണോ നമ്മളോട് സംസാരിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് പിന്നെ ഒരു വർക്ക് ഏരിയ അല്ല, ഒരു മറ്റേ പരിശുദ്ധടുപ്പ്, വാഷിംഗ് മെഷീൻ്റെ സ്പേസ് അവിടെ. ഇതെല്ലാം സെയിം ടൈല് തന്നെയാണ്, എല്ലായിടത്തും ഉപയോഗിച്ചിരുന്നത് ആ സെയിം ടൈല് തന്നെയാണ് അല്ലേ. ഓഹോ, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇതൊരു കോമൺ കാലൊക്കെ വരച്ച് കഴിയാൻ കുത്തി തിരുമ്പാനൊക്കെ ഒരു സാധനം. ഇനി അങ്ങോട്ട് വരും ഒരു സ്റ്റോക്ക് എന്നുള്ള രീതിയിലേക്ക് ഇന്നലെ വരെല്ലാം കൂടെ വാരി വലിച്ചിട്ടാ. അപ്പൊ ഇതിലാണ് സാധനങ്ങളൊക്കെ വാരി വെച്ചിട്ടുണ്ടാവും. കാര്യങ്ങൾ പാത്രങ്ങൾ. ഇത് കംപ്ലീറ്റ് അതിനുള്ളിലേക്ക് പോകും. ഒരു 10-12 ടീച്ചർമാരുണ്ടായിരുന്നു ഇന്നലെ. മറ്റേ ഉറിയൊക്കെ ഉണ്ടല്ലോ. ഉറുപ്പ് കയറാത്ത സാധനല്ലേ. അപ്പൊ താഴത്തെ കാഴ്ചകൾ പിന്നെ നമ്മൾ ഇൻവെർട്ടർ ഒക്കെ വെക്കാനുള്ള അതിൻ്റെ ഉള്ളിലേക്ക് സോളാറിന്റെ. അപ്പൊ എന്നിട്ട് ബാത്റൂമിന്റെ മുകളിൽ സ്പേസ് ആണ്. 1 ഇഞ്ച് സ്പേസ് വേസ്റ്റ് ആക്കിയില്ല. പിന്നെ ഇനിയാണ് നമ്മൾ അപ്സ്റ്റെയറിലേക്ക് പോകുന്നത്. ഇതാണ് ഈ പെയിന്റിങ്. സ്പേസ് ഉണ്ട്. ഇത് നമ്മൾ ആദ്യം മറ്റേ വീക്കിലൊക്കെ വായിച്ചാൽ ഒതുക്കി വെക്കാറുണ്ട്. ഇവിടെ ഒരു ആട്ടുകെട്ടിലേക്ക് ഉണ്ടല്ലോ. ആട്ടുകെട്ടിലല്ല, അതൊന്നും പറയാം. ഇത് ആടൂല, കണ്ടാൽ ആട്ടുകെട്ടില്ല. അത് നമ്മൾ അയൺ ചെയ്യുന്നത്, സ്പേസ് വേസ്റ്റ് ആക്കുന്നില്ല. ഒരു മേശ കിടന്ന സ്പേസ് വേണ്ടേ അയൺ ചെയ്യാൻ. ഇത് വെറുതെ അങ്ങോട്ട് ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലമല്ലേ. ഇപ്പൊ ഇവിടെ ഇരുന്ന് കസാരട്ടിലൊക്കെ ഇരുന്ന് എഴുതാനും വായിക്കാനും നോക്കാനും കഴിയും. ഇനിയിപ്പോ ഇത് മദനം വരത്തതാണ് ചിത്രം. ഈ വീട് ഒരു കാലത്ത് മാതൃഭൂമിയില് അല്ലെ സ്ഥിരം ഈ വര ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സ്ഥലം. അപ്പൊ ഇതിലെന്താ വെച്ചാൽ ഈ അവിടെ റഫായിട്ടുള്ള സ്റ്റോറാണ്. ഇതിങ്ങനെ പ്ലാസ്റ്റ് ചെയ്താൽ മിരിക്കല്ലോ. അപ്പൊ ഇത് വീടുണ്ടാക്കിയ സമയത്ത് മദനം എന്ത് ചെയ്തു നമ്മൾ ഇതില് ഈ കോൺഗ്രസ് ബുക്കിന്റെ CPM ബുക്കിൽ ചുമരത്തിന് അതുമാതിരി മദനം ഉള്ളതിന് മദനം ബുക്കിടെ എഴുതി പോയി. ഇതിനോട് ഇങ്ങനെ ഒരു വര ഇട്ടിട്ട് ഇവിടെ പിന്നെ മിനുക്കേണ്ട ആവശ്യമില്ല, പട്ടി വെച്ചില്ല, ബാക്കിയുള്ളത് ഇതാക്കിയാൽ. എന്നിട്ട് അവൻ വീട്ടിൽ കൂടെ അന്ന് അവന് വരാൻ പറ്റിയില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താമസാക്കിയത് ഒരു സ്ഥലത്ത് രാത്രി വരുന്നു. ഒരു മഞ്ഞ, പച്ച, വെള്ള 3 സാമ്പിൾ ടിന് അവിടെ വന്നും കാര്യങ്ങൾ. ഒരു മേശ വേണമെന്ന് പറഞ്ഞാൽ മേശ എടുത്ത് കൊടുത്ത് എന്നോട് കയറി. അപ്പൊ എന്നോട് ഒന്ന് പഴയ കുറ്റി ബ്രഷ് വേണമെന്ന്, പഴയ ഒരു ബ്രഷ് അവിടെ കൊടുത്ത് മുമ്പ് ഇങ്ങനെ കളിക്കുന്ന വൈഫ് ചായ ഇട്ട് കൊണ്ട് വരുമ്പോഴത്തേക്ക് ശരിക്കും 3 കളറേ ഉള്ളൂ അല്ലെ. ഇങ്ങനെയാ മഞ്ഞ, ചുവപ്പ്, വെള്ള, 3 ശരിക്കും പറഞ്ഞാൽ വെള്ള അദ്ദേഹം ഉപയോഗിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. വെള്ള കിട്ടിയാലെ ഫ്രെയിം തന്നെ. ശരിക്കും 2 കളറേല് ആ വർക്ക് നമുക്ക് തീർത്തെടുക്കാൻ. പിന്നെ ഞാൻ അതിന്റെ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് വെച്ചതാണ് കാര്യങ്ങൾ. പിന്നെ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ നല്ല ഒരു നിലത്ത് കിടന്നില്ലേ. ഇവർ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. നാളെ എത്തുള്ളൂ. അപ്പൊ ഇതിന്റെ മേലോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാം ഒരു കുത്തമ്പലം പോലെ. അതായത് ഒരു ഉത്തരം വെച്ചിട്ട് കുത്തൊക്കെ കൊടുക്കൂലേ, അതൊന്നുമില്ല. അപ്പൊ ഇത് പഴശ്ശി ടോമ്പിന്റെ ഒരു മോഡലാണ്, പണ്ട് വയനാട്ടിൽ ചെയ്തത്. അതാണ് ഇവിടെ നമുക്ക് ഇവിടെയും ഈ സംഭവം തന്നെ. ഇതും അതുപോലെ തന്നെ ടോയ്ലറ്റിന്റെ സെയിം. സെയിം. ശരിക്കും ഇതിന്റെ പ്ലാനിങ് ആരായിരുന്നു? സ്വന്തമായിട്ട് തന്നെ ഇത് പ്ലാൻ. മുകളിൽ ഇതിന്റെ ആശയം മനസ്സിലാക്കാൻ വേണ്ടിട്ട് വയനാട്ടിൽ മാനന്തവാടി കൊണ്ടുപോയി കാണിച്ചു കൊടുത്താ. ഈ പഴശ്ശി ടോമ്പിന്റെ പ്രത്യേകത എന്താ സംഭവം? അത് പഴശ്ശി ടോമ്പ് അന്ന് ചെയ്തത് എങ്ങനെയായിരുന്നു?
ആ പഴയ കാലത്ത് പണ്ടത്തെ ഇതിന്റെ. പക്ഷെ അതൊക്കെ പൊളിച്ച് ഇന്നിപ്പോ ടൂറിസ്റ്റ് സ്മോപ്പ് കോൺക്രീറ്റ് ഒക്കെ ആക്കി. അപ്പൊ ഒരു കുടുംബത്തിന്റെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിപ്പോ ഞാൻ അയക്കണമെങ്കിൽ സാധാരണ ഇങ്ങനെ ഉത്തരം കൊടുത്തിട്ട് കുത്തുകാലം കൊടുക്കില്ല, അതില്ല. അയക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ ആദ്യം ഓർഡർ എടുക്കണം, പിന്നെ പട്ടിയൊക്കെ പൊളിക്കണം, പിന്നെ ഈ സൈഡ് കൈക്കോളൊക്കെ എടുക്കണം, പിന്നെ 4 കൈക്കോൽ ഇങ്ങനെ വന്നില്ല, ആ കൈക്കോലിനെ 4ഉം കൂടെ കൂടിയിട്ട് പൊന്തിക്കണം മേലോട്ട്. പൊന്തിക്കുമ്പോ ആ കുടുംബം കൊണ്ട് ഊരിപ്പോരും. താഴോട്ടാകുമ്പോഴാലോ ഓക്കെ. ഇതിപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു പിന്നെ ഫിസിക്സ് ആണ്. ടോപ്പ് മൊത്തം വെയിറ്റും അതിന് താഴെ 2 പലക ഇട്ടിട്ടേ, പിന്നെ 2 ആശയന്മാർ കയറി തോൾ വെച്ച് ഇങ്ങനെ കൊടുത്തിട്ട് ഇത് വെച്ചിട്ട് ആക്കിക്കാം. ഇനി രാത്രി കാലഘട്ടത്തിൽ പുറത്ത് വെളിച്ചുണ്ടാവല്ലോ, അപ്പൊ നമ്മൾ ഈ ലൈറ്റ് ഇട്ടാൽ ഇതേ ഇപ്പം പുറത്ത് നോക്കിയാൽ ബ്ലാക്ക് ആയിരിക്കും കാണാം. രാത്രി ഇവിടെ ബ്ലാക്ക് ആയിരിക്കും, ഈ വെളിച്ചത്തിന്റെ പുറത്ത് കളർ ഉണ്ടാവും. ഇത് ഇതെന്താ വെച്ചാൽ ബെൽജിയം ഗ്ലാസ്സാ. ബെൽജിയം ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യൻ കോളേജ് എടുത്തിട്ട് കുരിശുപള്ളി ഉണ്ടായി, അത് പോർച്ചുഗീസുകാരുണ്ടാക്കിയ, അതിപ്പോ പൊളിച്ച് മാറ്റി പുതിയ പള്ളി ഉണ്ടാക്കി. മഴയുടെ നമ്മളെ കാഴ്ചകൾ കാണാം. ഇപ്പൊ ഇവിടെ കസാല ഇട്ടിട്ട് ഇരുന്നിട്ടേ എഴുതാൻ വായിക്കുകയൊക്കെ ചെയ്യാം, പുറത്തുള്ള കാഴ്ചകൾ കാണുകയും ചെയ്യാം. അപ്പൊ ഇതിൽ എന്താ വെച്ചാല് ഈ കുരിശുപള്ളി പൊളിച്ച സമയത്ത് അതിന്റെ കല്ലും ഇതൊക്കെ വിറ്റു. അപ്പൊ ഈ ഗ്ലാസിന് ഇത്ര വില ഉണ്ട് നിൽക്കാം, അത് ഭയങ്കര. ഇതാണ് ഈ ബോംബെയിലൊക്കെ ആഭരണത്തിൽ കൂട്ടെടുക്കാം. കാതിലുള്ളത് കല്ലില്ലേ, അത്രയും കോസ്റ്റ്ലി അതെ. ഇതിന്റെ ചെറിയ തരിക്ക്. അപ്പൊ ഇതിപ്പോ ഇവര് JCB വെച്ചൊക്കെ പൊളിച്ചിട്ടാ. അപ്പൊ ഈ ഗ്ലാസ് പൊട്ടിക്കിടക്കണ്ട് കഷ്ണം കഷ്ണമായിട്ട് അവിടെ. അപ്പൊ ഞാൻ ഈ ഗ്ലാസ് എങ്ങനെയല്ല, ഇതിന്റെ വില ഒരു ആർക്കും അറിയില്ല. അപ്പൊ ഞാൻ വീടുണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഞാൻ അതിന്റെ ആദ്യം ഓരോ സാധനം ശേഖരിച്ചിട്ടില്ല. അപ്പൊ ഇതെങ്ങനെയാണ് കച്ചവടമാക്കാന്നുള്ളതിൽ ഞാൻ ഇന്നും ഞാൻ നോക്കും. ഒരു ഞായറാഴ്ച ഞാൻ ലുങ്കി എടുത്ത് പോയി. അപ്പം പോയി ഞാൻ എന്തെങ്കിലും പോയി. അപ്പൊ പള്ളിയിലച്ച വന്നിട്ട് പള്ളിയിലച്ച ചോദിച്ചാൽ എന്താ നിങ്ങള് പയതെടുക്കുന്ന ആളാണോ ചോദിച്ചു. അപ്പൊ ഞാൻ പയതെടുക്കുന്ന ആളാണ്, എന്നെ കണ്ട ഒരു ആക്സിഡന്റ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ ഇത് കല്ലും മറ്റൊക്കെ കൊടുത്തു പോയി. ചില്ലുണ്ട് നിങ്ങൾക്ക് വേണം ചോദിച്ചു. ഞാൻ ചില്ല് ആക്കാ നടന്നേ. മൂപ്പര് പോയിട്ട് ഒരു ചാക്ക് എടുത്തുകൊണ്ട് വന്ന് ഇതൊക്കെ വാരി കഴിഞ്ഞിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് കയറ്റി തന്നെ. ഇവിടെ തറവാട്ടം കൊണ്ടുവച്ചപ്പോൾ അമ്മേന്റെ വക ഓടിക്കലേ, ഇവിടെ പഴയതൊക്കെ ഒഴിവാക്കിയാണ് അമ്മ അവിടെ കണ്ടത്. പിന്നെ മുറിച്ച് കഴിഞ്ഞിട്ടപ്പോഴാണ് പത്രങ്ങളൊക്കെ എഴുതുന്നത്. 5 ചാനലിൽ ഇതിനെ പറ്റി വന്നു, ഡിസൈനർ മാഗസിന്റെ മുഖചിത്രമായിട്ട് വന്നു. ഇത് അപ്പോഴാണ് ഇതിന്റെ വില മനസ്സിലാകുന്നത്, ഇത്രയൊക്കെ കോസ്റ്റിലാണെന്നല്ലേ. ഏത് കാലഘട്ടത്തിൽ ഇത് പണിത്? 2010 എത്ര സ്ക്വയർ ഫീറ്റ്? 1100 സ്ക്വയർ ഫീറ്റ് സ്ഥലം. ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ ഉണ്ട്, തുണിയൊക്കെ ഉണങ്ങാനും ഒക്കെ ആയിട്ട്. ഇതൊരു വിത്തല്ലേ, അതാ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ച. പണ്ട് ഉമിക്കരിയൊക്കെ ഉണങ്ങി. പ്രിയപ്പെട്ട ചിത്രകാരൻ മദനൻ, അതൊരു വലിയൊരു അല്ലേ, അത് വലിയൊരു ഓർമ്മയാണ്. പത്രം വായിച്ച കാലഘട്ടം മുതൽ. റെയിൽവേന്റെ പ്രതിഷ്ഠ ചെയ്തല്ലോ, പാലക്കാട്, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, കണ്ണൂർ, മംഗലാപുരം. ഈ 6 സ്റ്റേഷൻ ഹൈജീനിക് ആക്കിയപ്പോൾ റെയിൽവേ എനിക്ക് തന്ന ഉപകാരം. പിന്നെ ഇത് എന്റെ മകൻ ആർക്കിടെക്ചറിന് പഠിക്കാനോ ഓൺ ഡിസൈൻ ചെയ്താണ്. അദ്ദേഹം പഠിക്കുന്നത് എന്തിനാ? ആർക്കിടെക്ചർ. അദ്ദേഹത്തിൻ്റെതായ ഒരു ഐഡിയ ആണ്. അപ്പോൾ ബാബേട്ടാ, ഞാൻ ഒരു സെക്കൻഡ് ബാബേട്ടൻ്റെ വീടിൻ്റെ അകത്തുനിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയല്ലേ. നിറവ് എന്ന് പറഞ്ഞൊരു സംഘടനയുടെ ഡയറക്ടർ, ഒപ്പം മറ്റേ വേങ്ങേരി എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക, ഒരു 100ഓളം വീടുകളെ ഒരു ജീവിതശൈലി പഠിപ്പിച്ചെടുത്തൊരു വ്യക്തി. ഒപ്പം ഞങ്ങളുടെയൊക്കെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളെ ഞങ്ങളിങ്ങനെ കണ്ട് പരിചയപ്പെട്ടു പോരുന്നൊരു വ്യക്തിയാണ്. ശരിക്കും ഈ മേട കണ്ടതിലും ഈ മേടയുടെ ഈ മൊത്തം വാസ്തു ശില്പകല കണ്ടതിലും ഇതിങ്ങനെ ആക്കിയെടുത്തതിലും ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു ഒരു ആശംസ അറിയിക്കുക. ഒത്തിരി സന്തോഷം കേട്ടോ. ബാബേട്ടൻ ബാബുപറമ്പത്ത് വേങ്ങേരി നിറവിൻ്റെ ഡയറക്ടർ. ഒരു സിമ്പിൾ ചോദ്യമാണ് ബാബേട്ട. ഇത് കാർബൺ ന്യൂട്രൽ, ഫസ്റ്റ് കാർബൺ ന്യൂട്രൽ വീടായിട്ട് സംസ്ഥാനത്ത് അംഗീകരിച്ചതാണ് ഈ മേടം ബാബേട്ടൻ്റെ വീട്. ഏറ്റവും സിമ്പിളായിട്ട് ഇത് ജനത്തിന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്താണ് ഈ കാർബൺ ന്യൂട്രൽ എന്നുള്ളത്. ഇപ്പോൾ ഒരു പുതിയൊരു സംജ്ഞയായിട്ട് വന്നേക്കുന്നതാണ്. എന്താണ് കാർബൺ ന്യൂട്രൽ? അതിന് ഏറ്റവും ലളിതവൽക്കരിച്ച് അന്തരീക്ഷത്തിലേക്ക് കാർബൺ വിടുന്നില്ല. അന്തരീക്ഷത്തിൽ കാർബൺ എന്ന് പറഞ്ഞാൽ പുക നമ്മളല്ല ഇതില്ല, വായുമലിനമായില്ല. അതിൽ ഞാനിവിടെ ഇലക്ട്രിസിറ്റിക്ക് സോളാറാണ് ഉപയോഗിക്കുന്നത്. സോളാർ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താ വെച്ചാൽ ഇതിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല് സീറോ ആണ്. ഇലക്ട്രിസിറ്റി നമ്മൾ പുറത്തുനിന്ന് എടുക്കാൻ വെച്ചാൽ 30% ജലവൈദ്യുത പദ്ധതി എന്നല്ലേ. ബാക്കി കംപ്ലീറ്റ് കൽക്കരി കത്തിച്ചിട്ടോ ഡീസൽ കത്തിച്ചിട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പം ഞാൻ ഒരു ബൾബ് കത്തിക്കാൻ വെച്ചാൽ എവിടെയോ ഡീസൽ കത്തുന്നുണ്ട്, അല്ലെങ്കിൽ കൽക്കരി കത്തുന്നുണ്ട്. ഇതില്ല, ഇത് ഗ്രീൻ എനർജിയാണ്. എൻ്റെ വീടിൻ്റെ മുകളിൽ സൂര്യൻ ഉദിക്കുമ്പോൾ എനിക്കിവിടെ ഇലക്ട്രിസിറ്റി കിട്ടുന്നുണ്ട്. ഇത് ഞാൻ ഗ്രിഡിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സൂര്യൻ ഉദിക്കുമ്പോൾ ഏതോ ഫാക്ടറി തൊഴിലാളി പണിയെടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്താ ചെയ്യുക വെച്ചാൽ
ഈ ഇലക്ട്രിസിറ്റി ബില്ല് എനിക്ക് 0 ആണ് ആ ആ ആ കാര്യങ്ങൾ. അതാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ അതിൽ കാർബണില്ല. പച്ചക്കറി 10-28 പച്ചക്കറികൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് സീസണിൽ മാറി മാറി. അത് ഞാൻ വാങ്ങുന്നില്ല. വാങ്ങാൻ വെച്ചാൽ ഇത് ട്രക്കിലാണ് വരുന്നത്, അതിൻ്റെ കാർബൺ ചിലവാകും. ആ കാർബൺ പാദമുദ്ര ഞാൻ കുറയ്ക്കുന്നുണ്ട്. 3, ഞാൻ ബയോഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബയോഗ്യാസിലെ ഫുഡ് വേസ്റ്റ് പുറത്തിട്ട മീതയിലുണ്ടാകാം. മീതയിൽ കാർബണിനെക്കാട്ടും ദോഷം ഉണ്ടാക്കുന്ന ലക്ഷത്തിൽ. അപ്പോൾ ആ മീതയിൽ ബയോഗ്യാസിൽ അല്ല ഈ ഫുഡ് വേസ്റ്റിനെ ബയോഗ്യാസിൽ ഇട്ടിട്ട് മീതയിൽ ഉണ്ടാക്കിയിട്ട് ആ മീതയിലിനെ ഗ്യാസ് കത്തിച്ചിട്ട് കാർബണാക്കി മാറ്റുന്നത് ലഘൂകരിക്കുന്നത്. അപ്പോൾ കാർബൺ കുറച്ച് വരും, എന്നാലും മറ്റു വലിയൊരു വിഷത്തിനെ ഇതാക്കുന്നത്. അപ്പോൾ അങ്ങനെ ആക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ അവിടെയും കുറച്ചു. എന്നിട്ട് പിന്നെ ബാക്കി വരുന്ന ഇതുണ്ട്. അപ്പോൾ LPG 4 മാസത്തിൽ 1 മതി. ബാക്കി വരുന്ന കാർബണ വലിച്ചെടുക്കാൻ ഈ പുറക്ക് ചുറ്റും 20ഓളം മരങ്ങളുണ്ട്. പേരക്ക, ജാമ്പക്ക, സപ്പോട്ട, റംബൂട്ടാൻ, പിന്നെ ഉങ്ങ്, ഇലഞ്ഞി, അശോകം തുടങ്ങിയുള്ള മരങ്ങളുണ്ട്. അങ്ങനെയാണ് ഇതിനുണ്ട്. അപ്പോൾ ഇതിനെയാണ് ഒറ്റ വാക്കിൽ നമ്മൾ കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്നത്. കാർബൺ ന്യൂട്രൽ ഇപ്പം മൈനസാണ്. ഇനിയിപ്പോൾ എൻ്റെ ഒരു 2 സ്കൂട്ടർ ഒരു കാർ ഇവിടെ ഉണ്ട്. അതിപ്പം EV അല്ല. അത് EV ആക്കുകയാണെന്ന് വെച്ചാൽ ഇനിയും മൈനസാവും. ഒത്തിരി സന്തോഷം. അതുപോലെ ഇന്ന് നോക്കിയാൽ ഒരു ടാറ്റ പറഞ്ഞേ.